കൊള്ളാം കേട്ടോ, ഒന്നൊന്നര ടേസ്റ്റാ. എന്നടാ എന്റെ പൊന്നെ, ഞാൻ അവനെ വിളിക്കാതെ ജ്യൂസ് കുടിക്കാൻ വന്നു പറഞ്ഞാൽ പണിയാവും. ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്നോ, ഞാൻ ആ സൈഡിലോട്ട് മാറേണേ. ഇന്നെ ഞാൻ കണ്ട കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കും. ഞാൻ ഇതേ കുടിക്കോളൂ കേട്ടല്ലേ, ഞാൻ കരിക്കും ബൂസ്റ്റേ കുടിക്കോളൂ. എടാ അവന്മാർ എവിടെ പോയാ എന്തല്ലേ? ഫോണിങ്ങതാ. ഹലോ, നീ എവിടാ? പെട്ടെന്ന് ഓടിയാ. ശരി ശരി. നിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. എന്റെ അച്ഛനൊന്നുമല്ല, അവൻ വെയില് നേട്ടാലോ ഒന്നും അവൻ വെളിയിറങ്ങുക പോലും ഇല്ല. പിന്നെ ടി വി ഒരു ഫ്രീ ടൈം കിട്ടിയ ടി വിയുടെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കും. അച്ഛനൊന്നുമല്ല, തോന്നിയായി. യവന്മാരിപ്പോഴൊന്നും പോകൂലേ, കഴിച്ചിട്ട് പോയാ നോക്കട്ടെ. സിദ്ധാർത്ഥ് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവൻ കുടിച്ച് തീർത്തിട്ട് പോയാ. ഞാൻ പോയൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എപ്പോ എത്തിടാ? ഞാൻ ഇപ്പൊ എത്തിയേ ഉള്ളൂ. കളിയൊക്കെ എങ്ങനെ പോയി? കളിയൊക്കെ എങ്ങനെയൊക്കെ പോയി. നന്നായിട്ട് കളിച്ചാ? ആര് കളിച്ച നന്നായിട്ട്? അവൻ കളിച്ചു. കൊള്ളാം കേട്ടോ. ജ്യൂസ് കുടിക്കുന്ന എവിടെ? വരാടാ. ഞാൻ ഇതുവഴി ഇങ്ങനെ വെയിലും കൊണ്ട് പോയപ്പോ ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചതാണ്. മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാന്ന് വിചാരിച്ചു. നൈസ് ടു മീറ്റ് യു. അങ്ങള് നമ്മളെ രണ്ടുപേരും പൈസ കൊടുക്കേണ്ടി വരും. ഞങ്ങളെ രണ്ടുപേരെ ഞാൻ കൊടുത്തോളാം. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, പിന്നെ 10-12 ഇനിയും വരുന്നുണ്ട്. അല്ല അത് അല്ല അവന്മാരിപ്പോ അപ്പൊ അവന്മാരുടെ പൈസ ഞാൻ കൊടുക്കണോ? അല്ല ഇതൊന്നും വീട്ടിലാരും ഇല്ലേ ഇവന്മാരുടെയൊക്കെ? ഈ കട ഇപ്പൊ അടയ്ക്കോ? 6 മണി വരെ ഉണ്ടെന്ന് കട. അവന്മാർ 6 മണി കഴിഞ്ഞിട്ട് വരുള്ളൂ ആയിരിക്കും അല്ലേ? ഈ ജ്യൂസ് അടിക്കാൻ ഒരാളെയും കൂടെ നിർത്തുവോ? അപ്പൊ ഞാൻ പൈസ കൊടുത്തോളാം, ഒരാളെയും കൂടെ നിർത്തും. സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്, ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? അപ്പൊ ഞാൻ ജ്യൂസ് അടിക്കാൻ കയറുകയാണ് കേട്ടോ. നീ നാളെ ഉണ്ടായിരുന്നല്ലേ, നമുക്ക് എന്നും അച്ഛന്റെ പേര് പറഞ്ഞ ഫ്രീ ജ്യൂസ് കിട്ടുമല്ലോ അല്ലേ? അപ്പൊ ഞാൻ എന്നും വന്ന് ജ്യൂസ് അടിക്കണമെന്നാണ് നീ പറയണ? അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശരിയുടെ അച്ഛനെ വിറ്റ് തിന്നുന്ന മക്കളാ. ഞാനും കൂടെ ജ്യൂസ് അടിക്കാൻ കയറാം. അപ്പൊ നമ്മള് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കാറുണ്ട്. കരിക്കിൻ വില്ലേജ്. ഇത് നമ്മള് പരുത്തിപ്പാറയിൽ നിന്ന് മുട്ടടയിലോട്ട് പോകുന്ന റോഡിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ വന്ന്
ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കാറുണ്ട്. അപ്പോൾ പുതിയൊരു അതിഥി കൂടെ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സിദ്ധാർത്ഥിൻ്റെ എൻ്റെയും ഒക്കെ ഫ്രണ്ടാണ്. അയ്യോ ഈ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു കണ്ടന്റ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ സ്ഥിരം സംഭവം പറടാ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എടാ മിടുക്ക, നീ പഠിച്ച് അപ്പൊ ഫുള്ള് നീ പറയുന്ന. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഈ ചാനലിന്റെ പേരെന്താണെന്ന് കൂടെ പറടാ. വിവേക് ഗോപൻ ഒഫീഷ്യൽസ്. തിരിച്ച് വിവേക് ഗോപൻസ് ഒഫീഷ്യൽ. വിവേക് ഗോപൻസ് ഒഫീഷ്യൽസ്. നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഓ, ഇത് ശ്രീഹരി എന്നാണ് എൻ്റെ പേര്. താമസിക്കുന്ന ഇവിടെ പറഞ്ഞോട്. ആക്കുളം ആ ബെല്ലിൻ്റെ അടുത്താണ്. ഓക്കെ. ചെറിയതല്ല, ഒരു വലിയ ക്രിക്കറ്റ് പ്ലെയറാണ്. സഞ്ജു സാംസണിൻ്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. സഞ്ജു സാംസൺ എന്തൊക്കെ തന്നിട്ടുണ്ട്? അതൊക്കെ ബാഗ് തന്നിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ ബാഗ്, പിന്നെ ബോൾ തന്നിട്ടുണ്ട്. അപ്പോൾ സഞ്ജു സാംസണിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. സഞ്ജു സാംസനെ ബോൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. നമ്മൾ വിചാരിക്കുന്ന ആളല്ല, ചില്ലറ പുള്ളിയല്ല, വലിയ പുള്ളിയാണ്. ഇല്ലേ? ഓക്കെ, താങ്ക് യു.